വെൽക്കം ബാക്ക് ടു ലൈഫ് ഓഫ് ബ്യൂട്ടി. മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഇത്തിരി സമയം കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ചെയ്യാമെന്ന്. അങ്ങനെ ഒരു വീഡിയോ എടുക്കുകയാണ്. ഈവനിങ് വ്ളോഗായിട്ട് ഒരു വീഡിയോ ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നൊരു വീക്കെൻഡും കൂടാണ്. ഇപ്പം ഇവിടെ പരീക്ഷയൊക്കെ നടന്നുകൊണ്ട് ഇവിടെ തന്നെയല്ല, ഇപ്പം നാട്ടിലും എല്ലാം പരീക്ഷയുടെ ചൂടാണ്. അപ്പം അതിൻ്റെ ചൂടിലിങ്ങനെ നടക്കുവാണ് എല്ലാവരും. ഇനി ഈ മന്ത് ഇനി അടുത്ത വീക്ക് കൂടെ ഉണ്ട് അവർക്ക് പരീക്ഷ. ഇപ്പൊ ആ ഒരു വീക്ക് കൂടെ കഴിയുമ്പോഴത്തേന് അവരുടെ എക്സാം ഒക്കെ കഴിഞ്ഞ് അവര് ഫ്രീ ആവും. പിന്നെ ഇപ്പൊ ഈ 10th-ന്റെയും 12th-ന്റെയും എക്സാം ഈ മാസം ലാസ്റ്റ് വരെ ഉള്ളതുകൊണ്ട് ഇവരുടെ എക്സാം നേരത്തെ തീരുവാണ്. അപ്പൊ 2-3 ആഴ്ച അപ്പം ലീവ് കിട്ടുന്നുണ്ട്. അപ്പോ ഇന്നേരം ഒരു വീക്കെൻഡ് കൂടാണ്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്നാ പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പൊ ആ ഒരു വീഡിയോ കൂടി ചെയ്യാമല്ലോ എന്ന് വെച്ചാൽ അന്നേരം ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുവാണ്. അപ്പൊ ഞാൻ ചായ ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇച്ചിരി ചായ ഒക്കെ കുടിച്ച് വെച്ച് ബാക്കി പണി നടത്താം. അത് കഴിഞ്ഞ് പുറത്തോട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ചായയൊക്കെ ഇട്ടു. ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി എൻ്റെ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ചെടിക്ക് വെള്ളം ഒഴിക്കുകയാണ്. അപ്പൊ ആഴ്ച ഞാൻ 2 ദിവസം കൂടി ഇരിക്കുമ്പോഴായിരുന്നു ഞാൻ ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നത്. കാരണം ചെടിച്ചട്ടിക്കകത്ത് അങ്ങനെ എപ്പോഴും നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ചൂട് കൂടിയപ്പോഴത്തേന് ചെടിയൊക്കെ ഇങ്ങനെ വാടാൻ തുടങ്ങി. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇടവിട്ട് ഇപ്പൊ ഒഴിച്ചുകൊണ്ടിരിക്കും. കുറെ ചെടി ഉണ്ടായിരുന്നു, എല്ലാം ഇങ്ങനെ ചൂട് കാരണത്താലൊക്കെ അങ്ങ് പോയി. അങ്ങനെ നമ്മളൊരു 7:30 ആയപ്പോഴത്തേന് വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ ബോംബെക്കാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് ഏതെങ്കിലും ഹോട്ടലിൽ കയറി ഡിന്നർ കഴിക്കാമെന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളെപ്പോഴും ബോംബെ വന്നാൽ സ്ഥിരമായിട്ട് കയറുന്ന ഒരു റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ ആണ്. അവിടെയാണ് എപ്പോഴും നമ്മൾ കയറി ഫുഡ് കഴിക്കാറുള്ളത്. കാരണം നല്ല അടിപൊളി ഫുഡാണ്, പ്രത്യേകിച്ച് പാലപ്പം ഒക്കെ അടിപൊളിയാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്ഥിരമായിട്ട് അവിടെ നിന്ന് കഴിക്കുന്നത്. ഈ പ്രാവശ്യം എല്ലാവരും പറഞ്ഞ് നമുക്ക് മാറ്റിയൊന്ന് പിടിക്കാം, എപ്പോഴും അവിടെ നിന്നല്ലേ കഴിക്കുന്നതെന്ന് വിചാരിച്ച് ഞങ്ങൾ അന്നേരം വേറൊരിടത്തേക്ക് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കാർ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിലോട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഒരു സൈലന്റ് ഏരിയ ആണ്, അധികം ആൾക്കാരും കാര്യങ്ങളും ഒന്നുമില്ല, നല്ലൊരു സൈലൻസ് പ്രദേശമാണെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ ഉള്ളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ്ട് പാനിപ്പൂരി വിൽക്കുന്നുണ്ട് സൈഡിലായിട്ട്. അങ്ങനെ പല പല കാഴ്ചകളൊക്കെ കാണാൻ നല്ല സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതുണ്ട് നമ്മുടെ ഈ നമ്മൾ നടന്നു വരുന്നത് ഈ ഒരു തൊട്ട് അടുത്തായിട്ട് കാണുന്നത് ഒരു അമ്പലമാണ്, ചെറിയൊരു അമ്പലമാണ്. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ നല്ല സ്പേസും കാര്യങ്ങളും ഒക്കെ എടുത്തായിരിക്കും അമ്പലങ്ങളൊക്കെ പണിതത്. ഇത് ഇവിടെ കണ്ടില്ലേ, ഇവിടെയൊക്കെ ചെറിയ ചെറിയ രീതിയിൽ അവർ ഏതെങ്കിലും ഒരു മൂലയിലൊക്കെ ആയിരിക്കും ഇങ്ങനെ അമ്പലങ്ങളൊക്കെ കാണുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് ടേസ്റ്റ് ഓഫ് കേരള എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം എന്താണ് നമ്മൾ ഇവിടുത്തെ ഫുഡ് ഒന്ന് കഴിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് അറിയാനായിട്ട് വന്നതാണ്. അപ്പം നമ്മൾ ഉള്ളിലോട്ട് കയറി. അപ്പം ഉള്ളിലോട്ട് കയറിയപ്പം തന്നെ അവിടെ കുറേ ഭരണിയിൽ ഇതുണ്ട്, പലതരത്തിലുള്ള അച്ചാറുകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. മാങ്ങ അച്ചാറുണ്ട്, നാരങ്ങ അച്ചാറുണ്ട്, പിന്നെ നെല്ലിക്ക അച്ചാറുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള അച്ചാറുകളൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മുകളിലോട്ട് വന്നിരുന്നു. ഫുഡിനൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അധികം തിരക്കൊന്നും ഇല്ല കേട്ടോ. ആൾക്കാരൊക്കെ ചെറിയ രീതിയിൽ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. കാരണം എനിക്ക് തോന്നുന്നു ഉള്ളിലോട്ടൊക്കെ ആയതുകൊണ്ട് അധികം ആൾക്കാരൊന്നും ഇല്ലാത്തതെന്ന് തോന്നും. പിന്നെ ഇത്രയും സമയം ഒക്കെ ആയിരുന്നല്ലോ, അതുകൊണ്ടൊക്കെ ആയിരിക്കും. എന്തായാലും നമ്മൾ ഓർഡർ ചെയ്ത ഫുഡുകളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ബിരിയാണിയും പിന്നെ പൊറോട്ടയും പാലപ്പവും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇത് കടുമാങ്ങ അച്ചാറും ഇഞ്ചിക്കറിയുമാണ്. വന്നപ്പം മുതൽ ഞങ്ങൾ അത് ഇങ്ങനെ തോണ്ടി ഇരുന്ന് അതിൻ്റെ ഷേപ്പ് ഇങ്ങനായി. അപ്പം അതായിരുന്നു ആദ്യം കൊണ്ടുവച്ചത്. അതുകൊണ്ട് തന്നെ അതിലിരുന്ന് നക്കി എല്ലാവരും ഇരിക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞാണ് ഫുഡൊക്കെ വന്നത്. അപ്പം ഞങ്ങളെല്ലാം ആസ്വദിച്ച് കഴിച്ചു. ലാസ്റ്റ് കഴിപ്പൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും അവർ പായസം കൊണ്ടുവച്ചു. പായസം നല്ല അടിപൊളിയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഒരുത്തിക്കൊരു ബുദ്ധി തോന്നിയാണ്, ഇത് പായസത്തിനകത്ത് പപ്പടം ഇളക്കി കഴിച്ചു. അപ്പോൾ അവൾ കഴിക്കുന്ന കണ്ടപ്പോഴത്തേനും അച്ഛനും ഇങ്ങനെ അങ്ങനെ കഴിക്കാനായിട്ട് ഒരു കൊതി തോന്നി. അച്ഛനും അതുപോലെ തന്നെ പായസത്തിനകത്ത് പപ്പടം ഇളക്കി കഴിക്കുകയാണ്, വീണ്ടും പായസം മേടിച്ച്. അപ്പം അമ്മാച്ചനും അനുഗ്രഹത്തിമാരും വരുന്ന ഈ ഒരു പണിയാണ്. നല്ല ടേസ്റ്റാന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ എല്ലാവർക്കും വാരി കൊടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു ഞങ്ങൾ അവിടെ നിന്ന്. പിന്നെ ഇതൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം ഞങ്ങൾ ഇറങ്ങാറായപ്പോഴത്തേന് ഞങ്ങളുടെ ഒരു ഫ്രണ്ട്സ് അവര് വന്നായിരുന്നു.
അപ്പം ഞാൻ അവരെ ഫുള്ളായിട്ട് എല്ലാവരും കാണിച്ചില്ല, കാരണം അവർ വേറെ ഫാമിലിയും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട്. അപ്പം ഞങ്ങൾ അവിടെ എല്ലാവരും കൂടി, പിന്നെ അവരും ഭക്ഷണം കഴിച്ചേച്ച് ഞങ്ങൾ ഒരുമിച്ചാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് നേരെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. ഷോർട്സ് ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബായ്.